നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് വയർഡ് ഹെഡ്സെറ്റ്. പലപ്പോഴും നമ്മൾ ഓരോരോ ഹെഡ്സെറ്റ് വാങ്ങുന്ന സമയത്തും അതൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കാറുള്ളൂ. കാരണം കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം കംപ്ലൈൻ്റ് ആയിട്ട് വരും. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് മറ്റേ ഭാഗം കംപ്ലൈൻ്റ് ആയിട്ട് വരും. പിന്നെ നമ്മൾ അടുത്ത ചെയ്യുന്നത് വെച്ചാൽ വേറൊരു ഹെഡ്സെറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പോകും. അങ്ങനെ ഒരുപാട് പൈസ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. എന്നാൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന റിയൽമിയുടെ ഒരു ഹെഡ്സെറ്റാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ചെറിയൊരു വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ റിയൽമിയുടെ ഒരു കിടിലൻ ഹെഡ്സെറ്റാണ്. വലിയൊരു ബോക്സോട് കൂടിയാണ് നമുക്കിത് ലഭിച്ചിട്ടുള്ളത്. ഈ ബോക്സ് കണ്ടാൽ ഇതിനകത്ത് ഏതെങ്കിലും വലിയൊരു ഫോണാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു പാക്കിങ്ങോട് കൂടിയാണ് അവർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് റിയൽമിയുടെ സൈറ്റിൽ നിന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോവാണ്. വലിയൊരു ബോക്സോട് കൂടി തന്നെയാണ് റിയൽമി നമുക്ക് ഈ ഒരു സാധനം തന്നിട്ടുള്ളത്. അപ്പോൾ ഇതേ ഇരിക്കുന്ന നമ്മുടെ സാധനം വളരെ ചെറിയൊരു സാധനമാണ്. റിയൽമിയുടെ ബഡ്സ് ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡ്സെറ്റ്. അപ്പോൾ ബോക്സിനകത്ത് ആ ഒരു ഹെഡ്സെറ്റ് പിന്നെ അതിൻ്റെ ചെറിയൊരു ബില്ല് മാത്രമാണ് നമുക്ക് അതിൻ്റെ അകത്തായിട്ട് കാണാനായിട്ടുള്ളത്. മറ്റൊന്നും അത് കാര്യമായിട്ട് തന്നെ അതിനകത്തില്ല. ഓക്കെ, ഇനി അടുത്തായിട്ട് ഇതേ ഇരിക്കുന്നു നമ്മുടെ ഹെഡ്സെറ്റ്. കാണാൻ നല്ലൊരു ഭംഗിയോട് കൂടിയിട്ടുള്ള ഒരു പാക്കിങ്ങോട് കൂടിയാണ് റിയൽമി ബഡ്സ് ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹെഡ്സെറ്റ്. നല്ല ഹെഡ്സെറ്റ് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വിശ്വസിച്ചെടുക്കാവുന്ന വളരെ കുറഞ്ഞ റേറ്റിന് 250 രൂപ മാത്രമാണ് എനിക്ക് ഈ ഒരു ഹെഡ്സെറ്റ് പർച്ചേസ് സമയത്ത് എനിക്ക് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. നല്ല ഒരു ഭംഗിയോടുള്ള ഒരു ഹെഡ്സെറ്റാണ്. പിന്നെ ബോക്സിൻ്റെ ബാക്കിലായിട്ട് അതിൻ്റെ കുറച്ച് ഫീച്ചറും കാര്യങ്ങളൊക്കെ ചെറിയ രൂപത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് മൈക്ക് സപ്പോർട്ടിംഗ് ആണ്. നല്ല അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കുറച്ച് പ്രത്യേകതകളും പിന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കുറച്ചൊക്കെയാണ് ഇതിൻ്റെ ബാക്കിലായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ IMEI നമ്പർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ പാക്കിങ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഏതായാലും ഇത് ഉള്ളിൽ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ദേ ഇരിക്കുന്ന നമ്മുടെ ഹെഡ്സെറ്റ്. അത് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് തന്നെ നല്ല ഒരു ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ഈ ഹെഡ്സെറ്റ് അതിനകത്ത് അവർ വെച്ചിട്ടുള്ളത്. നമ്മുടെ ഹെഡ്സെറ്റ് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന ഏറ്റവും നല്ല വില കുറഞ്ഞ നല്ല ക്വാളിറ്റിയിൽ സൗണ്ട് കേൾക്കാനും പാട്ട് കേൾക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഹെഡ്സെറ്റ് തന്നെയാണ്. നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെഡ്സെറ്റ് നിങ്ങൾ വിശ്വസിച്ചിട്ട് തന്നെ വാങ്ങിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തായിട്ട് അതിൻ്റെ ചെറിയൊരു യൂസർ മാനുവൽ മാത്രമേ അകത്തായിട്ടുള്ളൂ. അതിൽ പിന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ട് നല്ല അതേ ഇരിക്കുന്ന നമ്മുടെ ഹെഡ്സെറ്റ്. ഇതിൻ്റെ ഹെഡ്സെറ്റ് നല്ല വയറിനൊക്കെ അത്യാവശ്യം നല്ല നീളമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കിത് പോക്കറ്റിലൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ട് ഇതിലേക്കൊക്കെ നമുക്ക് ഹെഡ്സെറ്റ് കുത്താനായിട്ട് നല്ല ഈസി ആയിട്ടുള്ള ഒരു കിടിലൻ ഹെഡ്സെറ്റ് തന്നെയാണ്. നമുക്ക് പറയാതിരിക്കാൻ വയ്യതയുണ്ട്. ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള വയറൊക്കെയാണ് ഇതിനകത്ത് അവർ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന ഒരു ഹെഡ്സെറ്റാണ്. നമ്മൾ ഇന്ന് മാർക്കറ്റിൽ ഇതിൻ്റെ കോപ്പിയൊക്കെ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ തന്നെയാണ് അവരുടെ സൈറ്റിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള പറ്റിക്കലാണോ എന്ന് തോന്നണ്ട. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ഇതിൽ വാങ്ങിക്കാം. അപ്പോൾ സൗണ്ടൊക്കെ കേൾക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ഹെഡ്സെറ്റൊക്കെ കുത്തി പാട്ട് കേൾക്കുന്ന സമയത്ത് ഒരു വലിയൊരു രീതിയിലുള്ള ഒരു ഇടങ്ങേറൊന്നും നമുക്ക് ഇങ്ങനെ ഈ ഒരു ഹെഡ്സെറ്റ് സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെവിയിലൊക്കെ ഫിക്സ് ചെയ്തിട്ട് പാട്ട് കേൾക്കുന്ന സമയത്ത് നല്ലൊരു ക്വാളിറ്റിയോട് കൂടി നല്ലൊരു സുഖത്തിൽ നമുക്ക് പാട്ട് കേൾക്കാനൊക്കെ ആസ്വദിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ പറയുക. അപ്പോൾ നല്ല യൂട്യൂബിലൊക്കെ പാട്ട് കേൾക്കുന്ന സമയത്ത് നല്ലൊരു ക്വാളിറ്റിയോട് കൂടി ഒരു ഹെഡ്സെറ്റ് ഉണ്ട് എന്ന് പോലും അറിയാത്ത രൂപത്തിലുള്ള നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു സൗണ്ട് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ വീഡിയോക്ക് താഴെ പറയുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു ചാനലിൽ തന്നെ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.